സ്നേഹിക്കുന്നു. അതിനാണല്ലോ അതിനാലാണല്ലോ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, മല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അത്രയേറെയാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം. അതാണ് ദൈവം പറഞ്ഞത്, നീ എനിക്ക് അമൂല്യനാണ്. ഓരോരുത്തരെ കുറിച്ച് പറയുക, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. ഇതാണ് ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ഇതുപോലെ ബലമതിക്കുന്ന, ഇതുപോലെ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുക. പ്രിയമുള്ളവരെ, ഇവിടെ മനുഷ്യൻ എവിടെയാണ് ഈ ഭിന്നത ഉണ്ടാകുന്നത്? എവിടെയാണ് മനുഷ്യനിങ്ങനെ പരസ്പരം ബന്ധിക്കുന്നത്, കലഹിക്കുന്നതിന്റെ കാരണം എന്താ? മനുഷ്യനെ ദൈവം സ്നേഹത്തോടെ സൃഷ്ടിച്ചു. അവൻ സ്നേഹത്തിലായിരിക്കാൻ ആഗ്രഹിച്ചു ദൈവം. പിന്നെ എവിടെയാ മനുഷ്യന് ഇങ്ങനെ ഭിന്നിക്കേണ്ടി വന്നത്? മതത്തിന്റെ പേരിൽ ഭിന്നത, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നത, സമ്പത്തിന്റെ പേരിൽ, സമസ്ത മേഖലകളിലും മനുഷ്യൻ സ്നേഹത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ സ്നേഹത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യനോട് കലഹിക്കും. എന്താ കാരണം? ഇത് പ്രിയമുള്ളവരെ, ഇവിടെയാ നമ്മൾ തിരിച്ചറിയേണ്ടത്. എവിടെയാ മനുഷ്യന് കുഴപ്പം പറ്റിയത്? പരദീസയിൽ വെച്ച്. എങ്ങനെയാ പരദീസയിൽ വെച്ച് കുഴപ്പം പറ്റിയത്? ആദത്തെയും ഹവ്വയെയും ഈ പ്രപഞ്ചം മുഴുവനും അധികാരം ഏൽപ്പിച്ചപ്പോൾ ലൂസിഫർ, ആരാ ലൂസിഫർ? പിശാച്. ദൈവം പിശാചിനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ മാലാഖമാരെ സൃഷ്ടിച്ചു. അതിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മാലാഖയാണ് ആര്? ലൂസിഫർ. ലൂസിഫറിനെ സൃഷ്ടിച്ചപ്പോൾ പ്രകാശത്തിന്റെ ദൂതനായിട്ടാണ് സൃഷ്ടിച്ചത്. ആ പേരിൽ തന്നെ അറിയാൻ പ്രഗത്ഭനാണ്. അവൻ വലിയ ജ്ഞാനിയാണ്. അവൻ വലിയ കൗശലക്കാരനാണ് ലൂസിഫർ. ലൂസിഫറിന്റെ ഈ ശ്രേഷ്ഠതയിൽ അവൻ അഹങ്കരിച്ചു. അങ്ങനെ അഹങ്കരിച്ച് സ്വർഗത്തിൽ ഘോര യുദ്ധം നടന്ന് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ പിശാചായി അധപ്പതിച്ചു. അപ്പോൾ അവൻ അന്നു മുതൽ ദൈവത്തോട് ഏറ്റുമുട്ടുകയാണ്. ദൈവത്തോട് ഏറ്റുമുട്ടുന്നത് എങ്ങനെയാ? ഇവിടെയുള്ള മനുഷ്യരെ മതത്തിന്റെ പേരില്, വ്യക്തിയുടെ പേരില്, സ്നേഹത്തിൽ സ്നേഹത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ പരസ്പരം ഭിന്നിപ്പിച്ച് അവനെ കലഹിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യനെ തോൽപ്പിച്ചുകൊണ്ടും നശിപ്പിച്ചുകൊണ്ടുമാണ് പിശാച് ദൈവത്തോട് ഏറ്റുമുട്ടുന്നത്, ദൈവത്തോട് മല്ലടിക്കുന്നത്. അതാണല്ലോ, അലറുന്ന സിംഹത്തെ പോലെ അവൻ ആരെ വിഴുങ്ങണമെന്ന് കരുതി അവനിങ്ങനെ ചുറ്റി നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് പറുദീസയിൽ വെച്ച് നമ്മുടെ ആദ്യ മാതാപിതാക്കളെ പിശാച് കൗശലപൂർവ്വം വഞ്ചിച്ചു. എന്ത്? നിന്റെ കണ്ണ് ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവ് പിശാച് മനുഷ്യനാദ്യമായി പകർന്നു കൊടുത്തു. അതുവഴി